ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു സിമ്പിൾ പൊട്ടറ്റോ ഫ്രൈ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 3 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. മീഡിയം സൈസ് പൊട്ടറ്റോ, തോലെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാനതിവിടെ റൗണ്ട് പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. വളരെ നൈസുമല്ല, എന്നാൽ അധികം കട്ടിക്കൊന്നുമില്ല. ഇതേ പാകത്തിനാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. എല്ലാം കട്ട് ചെയ്ത് കഴുകി ഒരു സ്ട്രെയിനറിലാക്കി വെച്ചിട്ടുണ്ട്. വെള്ളം ഒന്ന് വാർത്ത് വരണം, നല്ലപോലെ വെള്ളം വാർന്ന് വരണം. ഇനി ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ കോൺഫ്ലവർ, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നല്ലതുപോലെ ചേർത്ത് കൊടുക്കണം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നല്ലതുപോലെ ചേർക്കണം. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് കുറച്ച് ഉപ്പും ചേർത്തു. ഇനി 1 മുറി ചെറുനാരങ്ങയുടെ നീര്, അതായത് നല്ലപോലെ നീരുള്ള ചെറുനാരങ്ങ തന്നെ അതിലേക്ക് എടുക്കുക. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. കുറേശ്ശെ വെള്ളമൊഴിച്ച് നമ്മൾ അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ മസാല അല്പാൽപ്പമാണ് വെള്ളമൊഴിച്ചത് മിക്സ് ചെയ്തെടുക്കുന്നത്. ഒരുപാട് അങ്ങോട്ട് ലൂസായി പോകരുത്. പൊട്ടറ്റോ ഇട്ടാൽ തന്നെ നമ്മളത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ലൂസായി വരും. പൊട്ടറ്റോയുടെ ഒരു സ്വഭാവം അങ്ങനെയാണ്. അപ്പോൾ ഞാൻ കുറേശ്ശെ ഇതേപോലെ വെള്ളം ചേർത്ത് അല്പം പോരാത്ത ഉപ്പ് കൂടി ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് പൊട്ടറ്റോ പീസ് ഇതേപോലെ നമ്മൾക്ക് ചെയ്തെടുക്കാം. മസാല തിരിച്ചും മറിച്ചും തേച്ച് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മളെല്ലാം ചെയ്തെടുക്കാം. ഇപ്പോൾ പൊട്ടറ്റോ എല്ലാം ഞാൻ ഇതേപോലെ തന്നെ ചേർത്ത് എല്ലാ മസാലയും ഇവിടെ ചേർത്തെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് പതുക്കെ, അതായത് വളരെ പതുക്കെ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. ഇത് മിക്സ് ചെയ്ത് അവിടെ വെച്ചു. ഇനി ഉടനെ തന്നെ നമുക്കത് പൊരിച്ചെടുക്കണം, ഇല്ലെങ്കിൽ അത് വെള്ളം ഊറി വരും. അപ്പോൾ ഒരു ഫ്രൈ പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടാകുന്ന സമയത്ത് ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് ചൂടായി ഇടരുത്, കാരണം വളരെ നൈസായ പൊട്ടറ്റോ പീസായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും. എല്ലാവർക്കും അറിയാമല്ലോ, പൊട്ടറ്റോ പൊരിക്കാത്തവരൊന്നും ആരുമില്ല. ഇതേപോലെ എല്ലാവരും ചെയ്തെടുക്കുന്നതാണ്. കണ്ടില്ലേ, അടിഭാഗം ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമ്മളതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അരിപ്പൊടിയും കോൺഫ്ലവറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത് മസാലയൊന്നും വിട്ട് പോകുന്നില്ല. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ നമ്മൾ ഇതേപോലെ മേലെ പിടിക്കാത്ത ഭാഗത്തൊക്കെ ആ മസാല ഇങ്ങനെ തേച്ച് കൊടുത്ത് നമ്മൾക്ക് തിരിച്ചും മറിച്ച് വിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ കുട്ടികളൊക്കെ അത് എന്തായാലും നല്ലതുപോലെ ഇഷ്ടപ്പെടും. ഒരു ട്രിപ്പ് നമ്മളത് ആയിട്ടുണ്ട്. ഞാനത് വേറെ പാത്രത്തിലേക്ക് മാറ്റി. ഇപ്പോൾ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവർക്കും ഇത് അറിയാം. ഇതേമാതിരി മസാല ചേർത്ത് നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ രണ്ടാമത് ഞാൻ പൊട്ടറ്റോ ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, വെള്ളമൊക്കെ ഒന്ന് ലൂസായിട്ട് ആ മസാല ഒന്ന് ലൂസായാലും കുഴപ്പമൊന്നുമില്ല, അതൊന്ന് വിട്ട് പോരുമൊന്നുമില്ല. നമ്മൾ പെട്ടെന്ന് അത് പൊരിച്ചെടുത്താൽ മതി. കാരണം കോൺഫ്ലവറൊക്കെ ചേർത്തുകൊണ്ട് തന്നെ അത് ചേർന്ന് പിടിച്ചിരിക്കും. അപ്പോൾ ഇതേപോലെ തന്നെ മസാല പിടിക്കാത്തവിടെ അതേപോലെ ചെയ്ത് കൊടുക്കുക. ഒരല്പം ഓയിൽ കൂടി ഇപ്പോൾ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം തിരിച്ചും മറിച്ച് വിട്ട് നമ്മൾക്കത് മൊരിച്ചെടുക്കാം. അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പും ഇവിടെ ഞാൻ പൊട്ടറ്റോ ഫ്രൈ ചെയ്തെടുത്തു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതേ രീതിക്ക് മസാല ചേർത്ത് പൊട്ടറ്റോ പൊരിച്ചു കൊടുത്താൽ കുട്ടികളൊക്കെ നല്ലതുപോലെ ഇഷ്ടപ്പെട്ട് കഴിക്കും. ഇപ്പോൾ മൂന്നാമത്തെ ട്രിപ്പ് ഞാൻ അതേപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഭംഗിയായി, നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ഈ പൊട്ടറ്റോ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെ ഈ പൊട്ടറ്റോ ഫ്രൈ തന്നെയാണ്, അടിപൊളിയായിരിക്കും. പിന്നെ കൂടെ തന്നെ പൊരിച്ച മുട്ടക്കറിയും കൂടി ഉണ്ട്. അപ്പോൾ സൂപ്പറായില്ലേ. വീണ്ടും നല്ല വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.